മൈഗ്രെയിൻ മൂലം തലവേദന അനുഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയോഗിച്ചു നോക്കാവുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പല ആളുകളും പെയിൻ കില്ലറുകളെ ആശ്രയിക്കുക മാത്രമാണ് ചെയ്യാറ്. എന്നാൽ പെയിൻ കില്ലറുകളെ പേടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പെയിൻ കില്ലറുകളുടെ സൈഡ് എഫക്ട്സ് വരണ്ട എന്ന് കരുതിക്കൊണ്ട് ചില ആളുകൾ ഐസ് വെള്ളത്തിൽ മുഖം കഴുകുകയും അല്ലെങ്കിൽ ഐസ് എടുത്ത് തലയിൽ വെക്കുകയും കഴുത്തിൽ മസാജ് ചെയ്യുകയും ഉറങ്ങാൻ നോക്കുകയും കുളിക്കാൻ നോക്കുകയും എല്ലാം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലർക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ കാപ്പി കുടിച്ചുകൊണ്ടാവാം, ഉറങ്ങിക്കൊണ്ടാവാം, അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടോ കഴിക്കാതിരുന്നുകൊണ്ടോ ആശ്വാസം കിട്ടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ഡിസീസ് തന്നെയാണ്. അതായത് ഒരു വ്യക്തിഗതമായിട്ടുള്ള രോഗം. വ്യക്തിഗതമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും വ്യക്തിഗതമായിട്ടുള്ള ചികിത്സ എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. കഠിനമായിട്ടുള്ള തലവേദന അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു ടെക്നിക്കാണ് ഒരു ഫിംഗർ മസാജ് ടെക്നിക്ക് എന്ന് പറയുന്നത്. 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൂക്കിന്റെ ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഒരു 10-15 പ്രാവശ്യം മുകളിൽ നിന്ന് താഴേക്കായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുകയും മസാജ് ചെയ്ത് അല്പസമയം വിശ്രമിക്കുകയും എല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ തലവേദന പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. എല്ലാ ആളുകളിലും ഒരുപക്ഷെ ഇത് അപ്ലിക്കബിൾ ആവണമെന്നില്ല. ഈ ഒരു ചെറിയ ടെക്നിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ തലവേദനയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ തലവേദന മൈഗ്രെയിൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് ആവാം. അതായത് സൈനസിലുള്ള കഫവും മറ്റും ഡ്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മസാജിങ് ടെക്നിക്കാണിത്. ഇതിന് മുൻപായിട്ട് നിങ്ങളെ ചികിത്സിച്ച പല ഡോക്ടർമാരും MRIയും CTയും എല്ലാം എടുത്ത് ഒരുപക്ഷെ നേസൽ എൻഡോസ്കോപ്പി പോലും എടുത്ത് നിങ്ങൾക്ക് സൈനസൈറ്റിസ് ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള ആളുകളിൽ പോലും സബ് ക്ലിനിക്കൽ ആയിട്ട് സൈനസൈറ്റിസ് ഉണ്ടാവുകയും ആ സൈനസൈറ്റിസ് മൈഗ്രെയിൻ ട്രിഗർ ആവുകയും ചെയ്യുന്നു എന്നുള്ളത് സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇത്തരം ആളുകളിൽ മൈഗ്രെയിൻ ആയിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കുകയോ അതല്ലെങ്കിൽ സൈനസൈറ്റിസിനായിട്ട് പോയിട്ട് ആവി പിടിക്കുകയോ ചെയ്തുകൊണ്ട് മാത്രം മാറണമെന്നില്ല. ഇത് കൃത്യമായിട്ട് വിശദമായിട്ടുള്ള കേസ് ടേക്കിങ്ങിലൂടെ മനസ്സിലാക്കി എടുക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് എടുക്കുകയും ചെയ്താൽ മാത്രമേ ഇതിലൊരു മാറ്റം കാണുകയുള്ളൂ. ഇത്തരത്തിൽ തലയുടെ മുൻഭാഗത്ത് 2 വശങ്ങളുമായിട്ടും അതുപോലെ തന്നെ കൺപുരികത്തിന് മുകളിലോ കണ്ണിന്റെ താഴെയോ ഈ കാണിക്കുന്ന ഫോർഹെഡ് റീജിയനിലോ തലവേദന അടിക്കടി വരുന്നവർ താഴെ കമന്റ് ചെയ്യുമല്ലോ.